ചത്താ പച്ച ചത്താ പച്ച എന്ന മൂവി ഈ വരുന്ന ജനുവരി 22-ന് ലോകമെമ്പാടും റിലീസ് ചെയ്യണം. ഈ ടീമിൻ്റെ കൂടെ ഞാനുണ്ട്. ഞെക്കടാ. പിന്നെ എൻ്റെ അടുത്ത ഒരു സുഹൃത്തുമുണ്ട്. അതുകൊണ്ട് ഈ സിനിമയുടെ ആദ്യത്തെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാൻ പോകണം. ചത്താ പച്ച. തത്താപ്പച്ച. ഏതായാലും ലാലേട്ടനാണ് ഇന്ന് ഇതിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇത് ബുക്കിംഗ് ഓപ്പൺ ചെയ്തപ്പം എല്ലാവർക്കും ഒരു സംശയം, ഇനി തത്താപ്പച്ച എന്ന സിനിമയിൽ ലാലേട്ടനും കൂടി ഉണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം മമ്മൂട്ടി ഓൾറെഡി ഉണ്ട് എന്നുള്ളത് കൺഫേം ആയിരിക്കുന്നു. പ്രത്യേകിച്ച് ലാലേട്ടനും കൂടെ പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ടീമിനോടൊപ്പം ഞാനുണ്ട് എന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും സംശയം ഉണ്ടാകുന്നത്. അപ്പം മമ്മൂട്ടിയും മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടോ എന്നുള്ള സംശയത്തിലാണ്. ദുൽഖറാണ് ഈ ചിത്രം വിതരണത്തിനെടുത്തിരിക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് തന്നെയാണ്. ഏകദേശം വിദേശ രാജ്യങ്ങളിലെല്ലാം ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. വമ്പൻ റിലീഫാണ് പ്ലാൻ ചെയ്യുന്നത്. തത്താപ്പച്ച വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ്. നമ്മുടെ ആക്ഷൻ കോമഡി ചിത്രമാണ്. ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ആണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയുള്ളത്. ഉദയ് നായർ എന്ന് പറയുന്ന സംവിധായകൻ. ഈ സംവിധായകന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് മോഹൻലാലിൻ്റെ അനന്തരവനാണ്. അപ്പം അമ്മാവൻ റെസ്ലിംഗ് ചാമ്പ്യനൊക്കെ ആയിരുന്നു, ഗുസ്തി ചാമ്പ്യനായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് അമ്മാവനെ അഭിനയിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉരുണ്ട് കളിക്കുന്ന അദ്വൈത് നായരെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ഒരു പക്ഷേ ലാലേട്ടനും ഈ ചിത്രത്തിൽ ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പം സോഷ്യൽ മീഡിയ ആകെപ്പാടെ പങ്കുവെക്കുന്നത്. അപ്പം ലാലേട്ടനും കൂടി ഉണ്ടെങ്കിൽ ഇത് പൊളിക്കും എന്നൊരു 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് ട്രെയിലറൊക്കെ വന്നു കഴിഞ്ഞപ്പം ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക മൂഡിൽ ഒരു റെസ്ലിംഗ് പ്രമേയമാക്കി ഉണ്ടാകുന്ന ഒരു സിനിമ, ഒരു പ്രത്യേക മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ ഇന്ത്യൻ ചിത്രം തന്നെ. അതാണ് ഇതിൻ്റെ കഥാതന്തു. ട്രെയിലറൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം പറയുന്നത്. ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞ് മികച്ചത് എന്ന് പറയുന്ന പല ചിത്രങ്ങളും ഒരുപക്ഷെ പരാജയപ്പെടാം കേട്ടോ. പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു മികച്ച ചിത്രം തന്നെ, പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് പടച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ പുതിയ സംവിധായകനാണ് അദ്വൈത് നായർ. അദ്വൈത് നായർ ഈ ഇൻ്റർവ്യൂവിൽ ഒരുപക്ഷെ ലാലേട്ടനുമായിട്ട് ചേർന്നൊരു ചിത്രം ഇനിയും സംവിധാനം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമെന്ന് തോന്നുന്നു. ഈ ലാലേട്ടൻ ഈ ചിത്രത്തിലുണ്ടോ? ലാലേട്ടൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ലാലേട്ടൻ പറയുന്ന ലാലേട്ടൻ്റെ സംസാരം, അതുപോലെ മോഹൻലാലിൻ്റെ അനന്തരവനാണ് ഈ അദ്വൈത് നായർ എന്ന് പുറത്തു വരുമ്പോൾ അമ്മാവനില്ലാത്ത ഒരു ചിത്രമോ എന്നൊക്കെ എല്ലാവരും സംശയപ്പെടാം. കാരണം ലാലേട്ടൻ ഈ ഇതിൻ്റെ സെറ്റിലൊക്കെ വിസിറ്റ് ചെയ്തതായിട്ടൊക്കെ അന്ന് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ലാലേട്ടൻ ഉണ്ടതായിട്ട് യാതൊരുവിധ ഇതുമില്ല. പക്ഷേ ട്രെയിലറിൽ മമ്മൂട്ടി തിരിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ളൊരു ഫോട്ടോ പുറത്ത് വരുന്നുണ്ട്. അടിപൊളി ട്രെയിലറായിരുന്നു. അപ്പം മമ്മൂട്ടി ഉണ്ട് എന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. 22-ാം തീയതിയാണ് പടം റിലീഫ്. അർജുൻ അശോകൻ, റോഷിൻ മാത്യു, വൈശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത്, പൂജ മോഹൻദാസ് ഇവരൊക്കെ തന്നെയാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. ഇതിനിടയിൽ സിദ്ദിഖുണ്ട്. സിദ്ദിഖില്ലാത്ത ചിത്രങ്ങളില്ലല്ലോ അല്ലേ? സിദ്ദിഖ് ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുക. അതൊരു മനോജ് കെ ജയൻ, ലക്ഷ്മി നായർ, ഈ പ്രമുഖ താരങ്ങളൊക്കെ ഇതിനകത്ത് അഭിനയിക്കുന്നു. ഒത്തിരി താരങ്ങളുടെ ലിസ്റ്റ് കണ്ടു. അപ്പോൾ ഈ ചിത്രം വ്യാഴാഴ്ച 22-ാം തീയതി വ്യാഴാഴ്ചയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. 26 തുടങ്ങിയതിന് ശേഷം എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചിത്രം ആദ്യമായിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്ന് തോന്നുന്നു. മലയാള സിനിമയുടെ ശനിദശ എങ്ങോട്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ ചത്താപ്പച്ച എന്ന പേരും കൊള്ളാം അല്ലേ, ഈ ചിത്രത്തിലൂടെ നോക്കി കാണുന്നത്. ചിത്രം എങ്ങനെയാകുന്നു എന്നറിയാൻ വേണ്ടി തിയേറ്ററിൽ തന്നെ പോയി കാണണം അല്ലേ? ഏതായാലും നമ്മൾ വ്യാഴാഴ്ച പോയി കാണും, ഉറപ്പ് തന്നെ. അപ്പോൾ ലാലേട്ടനും ഈ ചിത്രത്തിലുണ്ടോ എന്നുള്ളത് ചിത്രം കണ്ടതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ.
ഏതായാലും ഒരുപക്ഷെ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കും. അതാണല്ലോ, മാർക്കറ്റിംഗ് തന്ത്രമാണല്ലോ. ഇപ്പം ഈ മലയാള സിനിമയിലെ തന്നെ ബ്രാൻഡിനെ കൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യിപ്പിക്കുക, അത് പ്രേക്ഷകരിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത് ഒരു മാർക്കറ്റ് തന്നെയല്ലേ. അപ്പം ലാലേട്ടനുണ്ടോ മമ്മൂട്ടി ഉണ്ടോ എന്നുള്ളത് കൺഫേം ആയി. ഇനി ലാലേട്ടനെ കൊണ്ടുണ്ടെങ്കിൽ ഒരു പൊളിക്കും, 100% ഉറപ്പ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.